ശരി, അമ്മാവനും എന്തു തീരുമാനിക്കുന്നു അതുപോലെ തന്നെ നടക്കട്ടെ. ഇന്ദ്രൻ ഉയർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനം അല്ലേ രഘു, അത് നമ്മൾ പിടിച്ചു വാങ്ങിയെന്നുള്ള പേര് വേണ്ട. 25 ലക്ഷം രൂപ അവര് തരും. നീ അത് വെച്ച് പുതിയ എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങണം. അതാലോചിക്കാം അമ്മാവ, ആദ്യം എന്തായാലും പണം കിട്ടട്ടെ. അതെന്താ നിനക്കൊരു സംശയം പോലെ? സത്യനാണ് എനിക്ക് വാക്ക് തന്നത്. അവനിത് എന്നോടും അനുവിനോടും സംസാരിച്ച് ഇപ്പൊ അങ്ങോട്ടേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. നീ വേണമെങ്കിൽ നാളെ തന്നെ വന്ന് നേരിട്ട് ഇന്ദ്രനെ കണ്ട് സംസാരിച്ചോ. അപ്പോ നിനക്ക് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. പുതിയ എന്തെങ്കിലും ഒരു ബിസിനസിനെ കുറിച്ച് ഇന്ദ്രനുമായിട്ട് സംസാരിക്കുന്നത് നല്ലതാ. അവൻ എന്തെങ്കിലും ഒരു ഐഡിയ കാണും. നിന്റെ മനസ്സിലും കാണുമല്ലോ എന്തെങ്കിലും ഒരു പ്ലാൻ. ആ ഷോപ്പ് തന്നെ കിട്ടുമെന്ന് കരുതി ഞാൻ പിന്നീട് വേറൊന്നും പ്ലാൻ ചെയ്തില്ല അമ്മാവ. അത് സാരമില്ല, 25 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. എന്നാ ശരി, നമുക്ക് വിധിച്ചതല്ലേ നമുക്ക് കിട്ടൂ. നീ പ്രയത്നിച്ച നിനക്കുള്ളത് നിന്റെ അടുത്തേക്ക് തന്നെ വരും രഘു. അതിനുള്ളൊരു അടിത്തറ മാത്രമായി നീ ഇതിനെ കണ്ടാ മതി. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഉണ്ടമ്മാവ, മനസ്സിലാവുന്നുണ്ട്. എല്ലാം അമ്മാവൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ശരി, എന്നാ നീ അമ്പിളിയെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് നാളെ കാണാം. ആയിക്കോട്ടെ. രഘുവേട്ടൻ എന്താ പറഞ്ഞച്ചാ? അവൻ കുറച്ച് നിരാശയിലാണെന്ന് തോന്നുന്നു. ഇന്ദ്രൻ കടവൊഴിഞ്ഞ ആ സ്ഥാപനം തന്നെ നടത്തിക്കൊണ്ടു പോവാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നല്ലോ അവൻ. ആ തീരുമാനം പെട്ടെന്ന് മാറിയപ്പോ അത് കുഴപ്പമില്ല. കാശ് കിട്ടിയ രഘുവേട്ടൻ ഉത്സാഹത്തോടെ പുതിയ ബിസിനസിനെ കുറിച്ച് ആലോചിക്കാച്ച. ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് രഘുവേട്ടൻ നല്ല കരുതലോടെ മുന്നോട്ട് പോകുന്ന എന്റെ ഒരു പ്രതീക്ഷ. അതിലൊന്നും എനിക്ക് സംശയമില്ല. ഇതറിയുമ്പോ അമ്പിളി രഘുവിനെ കൂടുതൽ നിരാശപ്പെടുത്തുമെന്നുള്ളതാ. അവൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട അവനും തളരും. അച്ഛാ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വാ. ഒരു കുഴപ്പമില്ല രഘുവേട്ട. ഇന്ദ്രന്റെ കട ഏറ്റെടുത്ത് നടത്തുമ്പോ കുറച്ചൊരു എളുപ്പമുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാലത്തും സുശീലാന്റിയുടെ ശാപം നമ്മളെ വിട്ടു പോവില്ല. മാത്രമല്ല, രഘുവേട്ടൻ എത്ര നന്നായി ആ ഷോപ്പ് മുമ്പോട്ട് കൊണ്ടുപോയാലും അത് ഇന്ദ്രൻ ഉണ്ടാക്കി വെച്ചതാണെന്ന് എല്ലാവരും പറയും. രഘുവേട്ടന്റെ കഷ്ടപ്പാടിന് ഒരു വില ഉണ്ടാവണമെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി അത് വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ എനിക്കൊരു ആശ്വാസവും പ്രതീക്ഷയ്ക്കും ഉണ്ടമ്പിളി. എനിക്കും സ്വന്തം നിലയിൽ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ കൈ കിട്ടിയ അവസരം കളയണ്ടെന്ന് കരുതിയ ഇന്ദ്രന്റെ കട നടത്താമെന്ന് തീരുമാനിച്ചേ. ദൈവം നമ്മളെ ഇനിയും പരീക്ഷിക്കല് രഘുവേട്ട. ഇത് നമുക്ക് വിധിച്ചത് തന്നെയാ. സത്യൻ നേരിട്ട് വന്ന് അച്ഛനോടും അനുവിനോടും സംസാരിച്ച സ്ഥിതിക്ക് ഇത് ഇന്ദ്രന്റെ വീട്ടുകാർ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനം തന്നെ ആയിരിക്കണം. സുശീലാന്റി 50 ലക്ഷം രൂപ തരാന്നല്ലേ പറഞ്ഞത്? 25 ലക്ഷത്തിന് കിട്ടിയപ്പോ അവർക്കും സന്തോഷമായി കാണും. എന്തായാലും നമുക്ക് നാളെ തന്നെ ഇന്ദ്രനെ പോയി ഒന്ന് കാണണം. എത്രയും പെട്ടെന്ന് തന്നെ പണം തരാന്നാ സത്യൻ അമ്മാവനോട് പറഞ്ഞേ. പക്ഷെ അത് എപ്പോഴായിരിക്കുമെന്ന് നമുക്ക് നാളെ തന്നെ ഉറപ്പിക്കണം. അതനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ എനിക്ക് പ്ലാൻ ചെയ്യാം. രഘുവേട്ട, നമുക്ക് ഗാർമെന്റ്സ് യൂണിറ്റ് തന്നെ തുടങ്ങിയാലോ? ആ ബിസിനസ് രഘുവേട്ടൻ വിജയകരമായിട്ട് നടത്തിയതല്ലേ? എല്ലാം തീപിടിച്ച് നശിച്ചു പോയത് കൊണ്ടല്ലേ തോറ്റുപോയത്. ശരിയാ, നമ്മളെ ഉയർത്തിയതും തകർത്തതും ഒക്കെ ആ സ്ഥാപനം മഹാലക്ഷ്മി ഗാർമെന്റ്സ്. മോളുടെ പേരിലുള്ള ആ സ്ഥാപനം തന്നെ നമുക്ക് വീണ്ടും ഉയർത്തിയെടുക്കാമല്ലോ. അതെ രഘുവേട്ട, അതാ നല്ലത്. ഇത്തവണ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, എനിക്കതിലൊരു സംശയമില്ല. ദൈവം നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീർത്തു തരുമല്ലോ അമ്പിളി.
അമ്മയ്ക്ക് രാത്രി കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? നിനക്ക് ആഹാരം ഉണ്ടാക്കാനൊക്കെ പറ്റുമോ? അല്ല, നിനക്ക് ഛർദിയും തലവർക്കും ഒക്കെ ആണല്ലോ. നിന്റെ അച്ഛനും അമ്മയും അങ്ങനെയാ പറഞ്ഞത്. എടി, നിനക്ക് നിന്റെ അച്ഛനും അമ്മയും കാണണമെങ്കിൽ അങ്ങോട്ട് പോയി കാണണം. അല്ലാതെ ഇല്ലാത്ത ആവലാതിയും വേവലാതിയും പറഞ്ഞ് ഇങ്ങോട്ട് വരുത്തരുത് അവരെ. അയ്യോ, ഞാൻ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാനൊന്നും പറഞ്ഞില്ലമ്മേ. അവര് അമ്മയെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നെ കാണാൻ വരുന്നവരെ എന്നെ കണ്ടിട്ട് പോയിക്കോണം. എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? ഇവിടെ എന്ത് നടക്കുന്നെന്ന് മണത്തറിഞ്ഞ് നാട് മുഴുവൻ പാടി നടക്കാനോ? എന്റെ അച്ഛനും അമ്മയും എന്താ അമ്മയെ പാടി നടന്നേ? അവരിങ്ങനെ ഈ കുടുംബത്തെ മോശമാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നില്ല? ഹ്, ആ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞോളല്ലേ നീ. ഒരു ബോക്കയ്ക്ക് കൊള്ളാത്ത കുടുംബം. അമ്മ എന്തൊക്കെ വേണ്ടാതീനങ്ങളെ വിളിച്ചു പറയുന്നേ? അമ്മയ്ക്ക് എന്ന് തൊട്ടാ സുദിനങ്ങളും കുടുംബവും ഒരു വകയ്ക്കും കൊള്ളാത്തവരായത്? സച്ചി സാറിന്റെ മകൾക്ക് പകരം ഇവളുടെ അച്ഛൻ എന്ന് ഇവളെ സത്യന്റെ തലയിൽ കെട്ടിവെച്ചോ അന്നു മുതൽ ഇവളുടെ കുടുംബത്തെ ഞാൻ അങ്ങനെ തന്നെയാ കാണുന്നേ. എന്നെ ആരും ആരുടെയും തലയിൽ കെട്ടിവെച്ചോന്നുമല്ല. സത്യേട്ടൻ വീട്ടിൽ വന്ന് റിക്വസ്റ്റ് ചെയ്തോണ്ടാ ഞാൻ പിറ്റേ ദിവസം മണ്ഡപത്തിൽ വന്നു. പിന്നെ നിന്നെ അവൻ കാല് പിടിച്ചു കൊണ്ടുവരാൻ ഉർവശിയല്ലേ നിൽക്കുന്നേ? ഓ, അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? നീ അവളോട് നിർത്താൻ പറയടി. എന്നോട് തർക്കുത്തരം പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ദേ, ഇന്ദ്രന് ഉമ്മർത്തിരിപ്പുണ്ട്. ആ വിചാരമല്ലോ ഇവൾക്കുണ്ടോ? അമ്മേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ എനിക്ക് എങ്ങനെ വാമൂടി കെട്ടിയിരിക്കാൻ പറ്റുക? കേട്ടില്ലടി, ഇവൾ എന്നോട് നിന്ന് പൊരുതുന്നേ. ഇവൾക്ക് ഈ വീട്ടുകാർ വെറും തൃണവാ. ഇവളുടെ അച്ഛനും അമ്മയും മാത്രം വലുത്. അല്ലെങ്കിൽ ഇവൾക്ക് ഈ വിശേഷമുള്ള കാര്യം ഇവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണോ ഞാൻ അറിയുന്നേ? എന്റെ വീട്ടിൽ വെച്ച് എന്റെ മരുമകൾക്ക് ഒരു വിശേഷം ഉണ്ടായാ അത് ആദ്യം ഞാൻ അറിയണം. അല്ലാതെ എല്ലാവരോടും കൊട്ടിക്കൊഴിച്ച ശേഷം ആരോട് പറഞ്ഞിട്ടല്ല ഞാൻ അറിയേണ്ടത്.